ഇടുക്കിയിലെ മനോഹര ഗ്രാമങ്ങളിലൊന്നാണ് വാഗമണ്ണിനടുത്തുള്ള പശുപ്പാറ. തേയിലച്ചെരിവുകൾ അതിര് പങ്കിടുന്ന ഗ്രാമം. പക്ഷേ ഈ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ സാഹസിക യാത്ര നടത്തണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഗതാഗതയോഗ്യമായ റോഡിനായി സമരം നടത്തിയും നാട്ടുകാർ മടുത്തു. റോഡ് നിർമ്മാണം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. 100 വർഷത്തോളം പഴക്കമുണ്ട് ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ പശുപ്പാറയിലെ അതിജീവനത്തിന്. 1925 മേഖലയിലെ മലമടക്കുകളിൽ തേയില കൃഷി ആരംഭിച്ചത്. അന്ന് തോട്ടം മാനേജ്മെന്റ് നിർമ്മിച്ച റോഡിന് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. നിലവിൽ കൂടുതൽ ദുഷ്കരമാണ് ഇവിടേക്കുള്ള യാത്ര. പശുപ്പാറയിലേക്ക് എത്താനുള്ള ഏക മാർഗമായ ചീന്തലാറിൽ നിന്നുള്ള 3 കിലോമീറ്ററോളം വരുന്ന പാത പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും പദ്ധതി വാഗ്ദാനത്തിൽ ഒതുങ്ങി. പശുപ്പാറ 7 നമ്പർ ലിങ്ക് റോഡ് 3 പതിറ്റാണ്ടായി റോഡ് തകർന്നു നടന്നിട്ട് പശുപ്പാറ, ആലമ്പള്ളി, ഇഞ്ചിമല, കാപ്പിപ്പതാൽ, ലക്ഷംവീട് ഈ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഏക റോഡാണ് ഈ പശുപ്പാറ കാറ്റാടിക്കല റോഡ്. ഈ റോഡിൻ്റെ നിലവിലെ അവസ്ഥയെന്ന് പറയുന്നത് വാഹനങ്ങൾ കയറി വരില്ല, കാൽനടയ്ക്ക് പോലും ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. നിരവധി തവണ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് 2020 റീബിൽഡ് കേരളപ്പെടുത്തി അന്നത്തെ MLA 3 കോടി രൂപ ഫണ്ട് ഇതിനനുവദിച്ചു. അതിനുശേഷം ഒരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോൾ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ട് 2021 ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA നടത്തിയിട്ട് പോയി. അതിനുശേഷമാണ് പിന്നീട് ഇതിൻ്റെ ലെവൽസ്, അതുപോലെ തന്നെ AS, TS അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വന്നു. പക്ഷേ 2023 ആയിട്ടും ഈ റോഡിൻ്റെ പണി നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഈ നിലവിൽ പ്രഖ്യാപിച്ച ഫണ്ടിൻ്റെ AS ലാപ്സായി പോയി എന്നുള്ളതാണ്. പശുപ്പാറയിൽ നിന്നും ഉപ്പുതറ വാഗമൺ റോഡിലേക്കുള്ള ലിങ്ക് റോഡിന്റെ നിർമ്മാണവും പ്രാരംഭഘട്ടത്തിൽ അവസാനിച്ചു. ടൂറിസം മേഖലയുമായി വാഗമണ്ണുമായി ബന്ധിപ്പിക്കുന്ന ഏക ലിങ്ക് റോഡാണ് പശുപ്പാറ വഴി എസ്റ്റേറ്റ് വഴി കടന്നു പോകുന്ന റോഡ്. ആ റോഡിന് പല പ്രാവശ്യം മാനേജ്മെന്റുമായിട്ട് ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ ലിങ്ക് റോഡ് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റേറ്റുകാർ സ്ഥലം വിട്ടു തന്നു. 1 കോടി രൂപ മുടക്കി ആ റോഡിന് പണി ചെയ്തെങ്കിലും അത് പ്രയോജനകരമായി ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ആ റോഡ് ശരി ഇവിടുന്ന് 2 കിലോമീറ്റർ വരുന്ന ആ റോഡ് ഇടയ്ക്കൊരു പാലമുണ്ട്. ആ പാലത്തിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ച് 7-ാം നമ്പർ ഹൈവേയിലേക്ക് ചെന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം മേഖലയായ വാഗമണ്ണെ ബന്ധിപ്പിക്കാനായിട്ട് ഏറ്റവും പ്രയോജനകരമായ റോഡാണത്. നിരവധിയായ വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും വാഗമണ്ണിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഇതിലേക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. 7-ാം നമ്പർ കാറ്റാടിക്കോല പശുപ്പാറ റോഡുമായിട്ട് ഏകദേശം 6 കിലോമീറ്റർ വരും. ഈ റോഡ് പണി പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പശുപ്പാറയുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുകയും ടൂറിസം മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്ന നല്ലൊരു റോഡ് ഉണ്ടാകുവാനും സാധിക്കും. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം പശുപ്പാറയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളിൽ പലതും സർവീസ് അവസാനിപ്പിച്ചു. നിലവിൽ 2 ബസ്സുകൾ മാത്രമാണ് പതിവായി എത്തുന്നത്. ഈ സർവീസുകളും ഏത് നിമിഷവും നിർത്തുന്ന അവസ്ഥയാണുള്ളത്. എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലായിരുന്ന പാത സർക്കാരിന് വിട്ടുകൊടുക്കപ്പെട്ട ശേഷം കാര്യമായി യാതൊരു അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ടൂറിസത്തിനടക്കമുള്ള സാധ്യതകൾ കൂടിയാണ് റോഡിന്റെ അഭാവം മൂലം നഷ്ടമാകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, വാഗമൺ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.